അപ്പോൾ നമ്മുടെ ഹരിക്കുട്ടൻ ചേട്ടൻ്റെ തോട്ടമൊക്കെ നിങ്ങൾ കണ്ടല്ലോ, പഴങ്ങളും ചെടികളും ഒക്കെ നിറഞ്ഞ നല്ലൊരു തോട്ടമാണ്. നമ്മുടെ ഉള്ള ചുറ്റുപാടിൽ എന്തൊക്കെ സാധനങ്ങൾ ചെയ്യാന്നുള്ള ഉത്തമ ഒരു ഉദാഹരണമാണത്. എൻ്റെ അടുത്തു നിന്നുള്ള ഒരു വിഷ്വലായതുകൊണ്ടാണ് നിങ്ങൾ ഷെയർ ചെയ്തത്. നമ്മൾ പണ്ട് നേരത്തെ ആണെന്നുണ്ടെങ്കിലും ഈ ഗാർഡൻ വിസിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒത്തിരി പേര് നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് തരുമായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് അടതാപ്പ് കാണിച്ചില്ലായിരുന്നു. അടതാപ്പ് എന്ന് പറയും, അടതാപ്പ്. ഇത് തൊലി കളഞ്ഞിരിക്കുന്നതാണ് കേട്ടോ, പച്ച കളറിൽ. ഇതാണ്, ഇങ്ങനെ ഇരിക്കും. കാച്ചിൽ പോലെ വള്ളിയായിട്ട് കയറി പോകും. കാച്ചിലിൻ്റെ കുറേ ഫാമിലിയാണ് ഈ സാധനം. അടതാപ്പ് നമ്മുടെ പഴയ കാലത്ത് കാരണന്മാരൊക്കെ കഴിച്ചുകൊണ്ട് വരുന്ന ഒരു ഭക്ഷണമാണ്. ഒരു ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സാധനമാണ് കാച്ചിൽ, അടതാപ്പ്, മധുരക്കിഴങ്ങ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സാധനങ്ങൾ. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ നാട്ടിലില്ല. അധികം അങ്ങനെ ആരും കൃഷിയൊന്നും ചെയ്യാറില്ല. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ആദ്യമായിട്ട് ഈ സാധനം നേരിട്ടൊന്ന് കാണുന്നത്. കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത് ചേട്ടായിടുന്നത് കാണുന്നത്. ഇതിൻ്റെ ഉപയോഗങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു ആ രീതിയിലൊക്കെ ഉപയോഗിക്കാം. ഇത് തന്നെ നമുക്ക് പുഴുങ്ങി റോസ്റ്റായിട്ടോ കറിയായിട്ടോ ഒക്കെ ഉണ്ടാക്കാം. മറ്റ് കറികളിലിടാം. അവിയൽ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ വേണമെങ്കിൽ ഇടാം. പിന്നെ ഈ മറ്റേ പുഴുക്കുണ്ടാക്കുമല്ലേ, കിഴങ്ങുകളെല്ലാം അവിടെ കൂട്ടി, അതിനകത്ത് ഇടാൻ കൊള്ളാം. അങ്ങനെയുള്ള ഉപയോഗങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ആയുർവേദത്തിൽ ഒട്ടനവധി മെഡിസിനൽ യൂസുകളുണ്ട് എന്ന് പറയപ്പെടുന്നു. ആയുർവേദത്തിൽ ഈ വയറ്റിലെ പ്രശ്നങ്ങൾ, അൾസർ, അതുപോലെ തന്നെ കാൽമുട്ടിന് വേദന, അതിനൊക്കെ ഇത് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നു. അപ്പോൾ ആ മെഡിസിനൽ യൂസുകളെ കുറിച്ച് നമുക്ക് ക്ലിയറായിട്ട് അറിയില്ല, എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് അറിയത്തില്ല. പക്ഷേ സംഭവം ഉരുളക്കിഴങ്ങിൻ്റെ അതേ സെറ്റപ്പാണ്. നമുക്ക് ഉരുളക്കിഴങ്ങ് വെക്കുന്നതിൽ വെച്ച് നോക്കാം. അപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഉരുളക്കിഴങ്ങ് വെക്കുന്നതിൽ ഇതൊന്ന് വെച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്നറിയാം. കഴിച്ചിട്ട് നമ്മുടെ ഹരിക്കുട്ടൻ ചേട്ടനൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ല, ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളും ഒക്കെ ടേസ്റ്റ് ഇച്ചിരി വ്യത്യാസമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലെന്നാണ് പറഞ്ഞത്. എന്നാലും നമുക്ക് നോക്കാം അടുത്തപ്പോൾ എങ്ങനെയുണ്ടെന്ന്. ഈ രണ്ടെണ്ണം നമ്മൾ നടാനും പോവാം. ഇത് നടുന്നതിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ഇത് നടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോഴത്തേനും ഇതിൻ്റെ വള്ളി കരിഞ്ഞ് ഇതുപോലുള്ള കായ നിലത്തിയാടും. ഈ കായ ഇടുന്ന നട്ടാൽ മതി, സിമ്പിളായിട്ട്. ഇത് പെട്ടെന്ന് അങ്ങനെ പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ട. കാച്ചിൽ നമ്മൾ കയറ്റി വിടുന്നല്ലേ ഉള്ളൂ എന്ന് പറയുന്ന രീതിയിൽ ചുമ്മാ കയറ്റി വിട്ട് കഴിഞ്ഞാൽ സാധനം കയറി പൊക്കോളും. പിന്നെ നല്ല രീതിയിൽ കായ്ക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ അടിയിലിട്ട് കൊടുത്ത് തടവെടുത്ത് അതിൻ്റെ നടുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും, നല്ല കാകളുമായിരിക്കും. പിന്നെ ഈ ചെറിയ കാകളിലൊക്കെ ഇതുപോലെ ചെറിയ കേട് കാണും, അതങ്ങ് മുറിച്ച് കളഞ്ഞാൽ മതി. ഉള്ളിലോട്ടുള്ള കേടുകളൊന്നും അല്ല. പ്രത്യേകിച്ച് യാതൊരു പരിചരണം വേണ്ടാത്ത ഒരു ഫുഡ് ഐറ്റമാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. പപ്പിക്കുട്ടൻ എന്റേതാണോ? പപ്പിക്കുട്ടൻ എന്താണ് ഇവിടെ ഉണ്ട്, കാണിച്ചില്ല. പപ്പിക്കുട്ടൻ നമ്മുടെ ഇപ്പോൾ ഞാൻ പറയട്ടെ, പപ്പിയുടേതല്ലാത്ത പപ്പിയുടെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തംബ്നെയിലും ടൈറ്റിലും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാറുണ്ട്. ഈ വീഡിയോ ഒന്നെങ്കിൽ പപ്പിയുടെയാണ്, അല്ലെങ്കിൽ എന്ത് സബ്ജക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു ടൈറ്റിലോ തംബ്നെയിലോ കൊടുക്കാറില്ല. പിന്നെ മറ്റ് വീഡിയോകളിൽ വന്നിട്ട് പപ്പിയില്ല, പപ്പിയെ കാണിക്കാതിരുന്നൊക്കെ സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ചാനലിലെ എല്ലാ കണ്ടൻറ്റും ഉണ്ട്. അതിലെ ഒരു ഭാഗമാണ് പപ്പിയും ഞാനും ഒക്കെ. ചിലപ്പം ഞാനുണ്ടാവില്ല, എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് മാത്രമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത് പപ്പിക്കാണ്, അതുകൊണ്ടാണ് ഒത്തിരി പേര് ചോദിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ചാനൽ ഒന്ന് അറിയാൻ വേണ്ടി പറയുന്നതാണ്. നമ്മുടെ ചാനലിൽ പലതരത്തിലുള്ള കണ്ടൻറ്റുകളുണ്ട്. അപ്പോൾ അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. കൂടുതലും പപ്പയുടെ വീഡിയോസാണ്, കാരണം നമ്മൾ കൂടുതലും കൂടുതലാണുള്ള സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം അതുമായിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോസ് മിക്കവാറും ആഴ്ചകളുണ്ടാവും. ഇടയ്ക്ക് മുട്ടിനൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ടോപ്പിക്കുകളും ഉണ്ടാവും. പപ്പിക്കുട്ട അങ്ങ് വന്നേ, ഇനി നിന്നെ കാണിച്ചില്ലെന്ന് പറയില്ല. ഇവിടെ അവിടെ തന്നെ അവിടെ നിന്നടാ, അവിടെ നിൽക്കുക. നിന്റെ എന്നാ പപ്പിക്കുട്ടൻ നിന്നെ കാണുന്നില്ലെന്ന്. അയ്യോ പപ്പിക്കുട്ടന് എന്തേന്ന്. പപ്പി അല്ലേ, എല്ലാവരോടൊന്ന് പറഞ്ഞേ ഹായ് ഹായ് പോരെ. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, നമ്മളിതിൻ്റെ തൊലി കളഞ്ഞു കഴിഞ്ഞ് ഇതേ പച്ച കളറിലായിരിക്കും ഇരിക്കുന്നത്. കംപ്ലീറ്റ് ഫ്ലഷാണ്. നമുക്കത് ആദ്യം മുറിച്ച് സ്ക്വയർ ഷേപ്പിലുള്ള പീസുകളാക്കാം. മുറിക്കുമ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഇഴുക്കൽ കാണുമേ, അപ്പോൾ അത് ഒന്ന് കഴുകിയെടുത്താൽ മതി. അരിഞ്ഞിട്ട് നമ്മൾ നേരെ വെള്ളത്തിലോട്ടായിട്ടെ. വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വെച്ചാൽ ആ ഇഴുകൽ പോകും താനും. പിന്നെ ഇതിനൊരു കറയുടെ കളർ വരുമെന്നാണ് പറഞ്ഞ് കേട്ടേക്കുന്നത്. ആ കളറൊന്ന് ഒഴിവാക്കാനായിട്ട് നമ്മൾ നേരെ വെള്ളത്തിലോട്ട് അരിഞ്ഞിടുക. എന്നിട്ട് അതിൽ നല്ലപോലെ കഴുകിയും എടുത്ത് കഴിഞ്ഞാൽ വേറെ വിഷയമൊന്നുമില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ആ ഒരു മഞ്ഞ കളർ പയ്യെ പിടിക്കുന്നുണ്ട്.
വെള്ളം കണ്ടോ, വെള്ളം നല്ല രീതിയിൽ മഞ്ഞ കളറായി. ആ കറയും നല്ല കഴുകി പോയതാണ് അത്. ഇപ്പോൾ 2 വട്ടം നമ്മളൊന്ന് കഴുകിയെടുത്തു അരിഞ്ഞിട്ട്, അതേ ചെയ്തിട്ടുള്ളൂ. പിന്നെ തൊണ്ടിൻ്റെ പുറത്തുള്ള കേടുകൾ ഞാൻ പറഞ്ഞായിരുന്നു, അത് ജസ്റ്റ് കത്തിക്കങ്ങ് കളഞ്ഞാൽ പൊക്കോളും. ഉള്ളിലോട്ടൊന്നും കേടുണ്ടാകാൻ വഴിയില്ല. ഒരു മരുന്നോ കാര്യങ്ങളൊന്നും അടിച്ചു കൊടുക്കാതെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. പിന്നെ ഇത് നമ്മളിപ്പോൾ അരിഞ്ഞ് കഴുകിയെടുത്ത് നമ്മൾ കുക്കറിലിട്ട് വെക്കുക ചെയ്യുന്നത്. അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് കുക്കറിൽ വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഞങ്ങൾ 3 വിസിലടിച്ചിട്ടാണ് എടുത്തത്. ഇനിയിപ്പം 3 വിസിലടിക്കാണ്ട് 2 വിസിലടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കർ ഓഫ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പയ്യെ തുറന്നാൽ മതി. അപ്പോൾ 3 വിസിലടിച്ച് ഉടനെ നമ്മൾ കുക്കർ തുറന്നു. അപ്പോൾ നല്ല രീതിയിൽ വെന്തായിരുന്നേ. നമ്മുടെ അടതാപ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി, സവോള ഇതൊക്കെ അരിഞ്ഞ് വെക്കാം. ഇതിൻ്റെ ഒരു മസാല നമുക്ക് റെഡിയാക്കാം. നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്. ഇത്ര സാധനങ്ങളാണ് നമ്മൾ നമ്മുടെ മസാലയ്ക്കകത്ത് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചതിൻ്റെ പുറമെ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്തെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് ചുറ്റാൽ മതി. അത് നല്ലപോലെ ഒന്ന് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടാൽ ഒന്ന് വാടി കഴിയുമ്പോഴത്തേനും നമ്മുടെ മസാലയും കൂടെ ചേർത്ത് ഇളക്കി കിഴങ്ങും ചേർത്ത് ഇളക്കി എടുക്കേണ്ട കേസേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഈ കിഴങ്ങ് കറിക്കകത്ത് നമ്മൾ പല കൂട്ടുകൾ മാറ്റി മറിച്ചൊക്കെ ഇടാറില്ലേ, അതുപോലെ തന്നെ ഇതിൽ ഇടാൻ കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ആ ഉള്ളി സവോളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെന്ത് വെച്ചേക്കുന്ന കിഴങ്ങ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ മസാല ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അല്പം എണ്ണ വേറെ ഒന്ന് വെച്ചിട്ട് അതിനകത്തൊരു മസാല ഇട്ടൊന്ന് ഇളക്കുവാണെങ്കിൽ നമ്മുടെ ആ മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചച്ചവയുണ്ടല്ലോ, അത് മാറി കിട്ടും. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം കുറേ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഇട്ട് ഒന്ന് മൂപ്പിച്ച് ബാക്കി സവോളയായിട്ട് ഒന്നിക്കുക ചെയ്തത്. ആ പാത്രത്തിൽ തന്നെയാണ് ചെയ്തത്, സെപ്പറേറ്റ് നമ്മൾ വഴറ്റിയൊന്നുമില്ല. അപ്പോൾ മസാല ഏകദേശം നമ്മൾ പരുവത്തിന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ കഷ്ണങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ആ കഷ്ണം വെന്ത വെള്ളം കളയേണ്ട കാര്യമൊന്നുമില്ല. അത് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് നമുക്കങ്ങ് പറ്റിച്ചെടുത്താൽ മതി. നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കി ആ മസാല എല്ലാ കഷ്ണത്തിലൊക്കെ ഒന്ന് പിടിപ്പിക്കാം. ഇത് ഈ കാഴ്ചയ്ക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞപ്പം ശരിക്കും ഒരു കിഴങ്ങിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നിങ്ങൾക്ക് എടുക്കുന്ന ടേസ്റ്റ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വെറുതെ വാങ്ങുന്നതിന് മുമ്പ് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം കേട്ടോ. ഇതപ്പോൾ നമുക്കൊന്ന് സെർവ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടതാപ്പ്. നമ്മൾ ഒരു മസാല പോലെ അല്ലെങ്കിൽ റോസ്റ്റായിട്ട് വെച്ചതെന്ന് പറയാം. അപ്പോൾ ഇത് ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ബണ്ണാണ് കൂട്ടത്തിൽ എടുത്തേക്കുന്നത്, കറി വരെ വെച്ചേക്കുന്നുണ്ടേ. അപ്പത്തിൻ്റെ കൂട്ടത്തിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് ചാറ് വെക്കുന്നതിൽ വെക്കാം. ടേസ്റ്റ് എന്താണെന്നുള്ളത് നോക്കട്ടെ. ആദ്യം കിഴങ്ങ് തന്നെ ഒന്ന് കഴിച്ച് നോക്കട്ടെ. ഇത് ഉരുളക്കിഴങ്ങല്ലെന്ന് ഒരുമാതിരിപ്പെട്ട കാര്യം പറയത്തില്ല. കാരണം ഉരുളക്കിഴങ്ങിൻ്റെ പോലുള്ള ടേസ്റ്റും അതേ ടെക്സ്ചറുമാണ്. കിഴങ്ങ് നമ്മൾ കടിക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് എങ്ങനെയാണോ കടിക്കുന്നത് അതേപോലെ തന്നെ ഇതങ്ങ് അലിഞ്ഞു പോകും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഈ സാധനം ഉണ്ടായിരുന്നിട്ടാണ് നമ്മൾ പുറത്തുനിന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ടുവന്ന് മേടിച്ചു തരുന്നത്. സെയിം പർപ്പസാണ്. പിന്നെ ഇതിൻ്റെ അതൊരു എന്നാ പറയുക, കാച്ചിലൊക്കെ ഒരു ഇഴുക്കൽ പോലെ വരത്തില്ലേ, അത് മുറിക്കുമ്പോഴുണ്ടായിരുന്നു. പക്ഷേ അത് വെന്ത് കഴിയുമ്പോൾ അതൊന്നും അറിയാനില്ല കേട്ടോ. 2 പ്രാവശ്യം കഴുകിയെടുത്താൽ മതി, ക്ലിയർ ആയിക്കോളും. മുറിക്കുന്ന വെള്ളത്തിലൂടെ ഇട്ടാൽ മതി, അപ്പോൾ ശരിയാവും. സൂപ്പർ സാധനമാണ്. അപ്പോൾ അടുത്താപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നട്ടോ ഇതുപോലെ കാ പറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറി വെക്കാനുള്ള സാധനം ചുമ്മാ പറമ്പിൽ മരത്താൻ ചാടി കിട്ടും. ഉരുളക്കിഴങ്ങിന് 2, 3, 4 വിസിലടിക്കണമെന്ന് തോന്നുന്നു. പക്ഷേ ഇത് 2 വിസിലിന് നമുക്ക് എടുക്കാം. നല്ലപോലെ വേകും. നല്ല അടിപൊളി സാധനം. അപ്പോൾ വീണ്ടും ഇന്നത്തെ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ. കിട്ടിയത്
എടുക്കൻ മുറുക്കട്ടാ മുറുക്കട്ടെ ബെൽറ്റ് നൂരാൻ പറ്റുമായിരുന്നു എന്നടാ എന്നടാ